ഹലോ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ബിഗ് ബോസിലെ ആൾക്കാർ ഇങ്ങനെ തല്ലുകൂടുന്നതെന്നും പിന്നെ എന്താണ് പ്രണയിക്കുന്നതെന്നും അല്ലെങ്കിൽ ചില സമയത്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കുറച്ച് ഒരു എക്സ്ട്രീം കരുതിയെന്നോ പിന്നെ ചിലവർ അഭിനയിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചില സമയത്ത് പരിധിയൊക്കെ കൂട്ടിയിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ടാണോ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, അതോ അതിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? സൈക്കോളജി എന്താണ് സൈക്കോളജിയുടെ റോൾ അതിനകത്ത്? അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലോട്ടൊന്ന് നോക്കിക്കാണാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോയിലോട്ട് പോകാം. എൻ്റെ പേര് ആൽബിൻ ബോബൻ. അപ്പോൾ ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. അതിന് പുറമെ ഈ ചാനൽ ദ അൽമിനിയൻ സ്പേസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന നമുക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ട് വരുന്ന സ്ട്രഗിൾസ്, പിന്നെ എന്താണ് റിലേഷൻഷിപ്സിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈഫിൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നൊരു സ്പേസ് ആണിത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ബിഹേവിയറിനെ കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുമ്പോഴും അതിനെയൊക്കെ നമ്മൾക്കൊന്ന് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് പിന്നീട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളൊരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇതെൻ്റെ ചാനൽ തുടക്കമാണ്, അപ്പോൾ നിങ്ങൾ നൈസായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ആ മറ്റേ ലൈക്കും കൂടെയൊക്കെ ഒന്ന് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ എന്താണ് ബിഗ് ബോസ്? അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണോ, അതോ ബിഗ് ബോസിൽ എന്താണ് സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലാബാണ്. അവിടെ നമ്മളൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ് നമ്മളവിടെ നടത്തുന്നത്. അപ്പം എന്താണ്, അവരെ ഫാമിലി ഇല്ല, ഫോണില്ല, പിന്നെ എന്താണ് നമുക്ക് ന്യൂസ് ഒന്നുമില്ല, പുറത്തുനിന്ന് യാതൊരു കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്നില്ല, എന്താണ് ഇപ്പോൾ ലോകത്തിൽ പൊക്കോണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ സീസൺ 2 നമ്മുടെ രജിത് സാറൊക്കെയുള്ള സീസണിൽ എന്താണ് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അവരത് അറിഞ്ഞിട്ടില്ല, പെട്ടെന്ന് അത് കൂട്ടാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വരെ അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ന്യൂസും കാര്യങ്ങളൊന്നുമില്ല, ഫാമിലിയുടെ ഫോണൊന്നുമില്ല, ഇതൊന്നും ഇല്ലാണ്ട് ഒരു ഐസൊലേഷൻ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ അവർ ഇരിക്കുകയാണ്. ഒരു ലാബ് സെറ്റപ്പിൽ ഇരിക്കുന്ന പോലെ അവരെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ആ ഒരു ഐസൊലേഷൻ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒരു ഫൈറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റിലോട്ടോ അങ്ങനെയൊക്കെ പല കാര്യത്തിലോട്ടും ഇങ്ങനെ പോകും. അതിനെന്താണ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പോയി ഇരിക്കുവാണ്, 24/7 നമ്മളെ വാച്ച് ചെയ്യുന്നു, നമുക്കെന്താണ് ബാക്കിയുള്ളവരായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഫോണൊന്നുമില്ല. അപ്പം നമ്മൾ ആ നിരീക്ഷണത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം അവിടെ ആ ഒരു സംഭവം അത് നാച്ചുറലായിട്ട് നമുക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നമ്മുടെ ഇന്നർ കോൺഫ്ലിക്റ്റും ഉണ്ട്, നമ്മൾ പുറത്തുമായിട്ടും കോൺഫ്ലിക്റ്റ്, നമ്മൾ നമ്മളോട് തന്നെയും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസിന് കൂടെയും നമ്മൾ എന്താണ് ഒരു കോൺഫ്ലിക്റ്റിലോട്ട് ഏർപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഒരു കണ്ടസ്റ്റന്റിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇനി നോക്കി നോക്കാം, അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് ഇത് നോക്കി കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്, ആ വീട്ടിൽ വന്നിട്ടുള്ളവരാണ് എല്ലാ കണ്ടസ്റ്റൻസും. എല്ലാവർക്കും ഒരേ റീസൺ അല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എക്സ്ട്രീംസിൽ നിന്നും പല സാഹചര്യത്തിൽ നിന്നും വന്നുകൊണ്ടും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഓരോ കാര്യത്തെ നോക്കി കാണുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ഡിഫറൻസസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ പലരും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ത്, നമ്മൾ ആദ്യം തന്നെ വന്നു കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ നമുക്കൊരു അലയൻസ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഒരു ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു ഗെയിം പ്ലാൻ വെച്ചിട്ട് ചിലപ്പോൾ ഹാർഡ് കോർ ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറെ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് അതെന്താവും, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഭവങ്ങൾ, ഈ ഗ്രൂപ്പിന്റെ ഇടയിൽ ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ എന്താണ്, ഫ്രണ്ട്സ് ആയിട്ടുള്ളൊരു ശത്രുതയും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ എന്താണ്, ഈ ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഒരു ശത്രുതയായിട്ട് ടേൺ ഓവർ ചെയ്ത് മാറും ചില ടൈമിൽ. എല്ലാതും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ട് മാറും. പിന്നെ അതൊരു സർവൈവൽ ഗെയിം ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എന്ത്, നമുക്കിപ്പോൾ എത്ര വലിയ ഇതാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ വന്ന് പരിചയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ലക്ഷ്യം അവിടെ വിന്നർ ആവുകയെന്നുള്ളതാണ്. അപ്പോൾ ചിലവരുടെ ലക്ഷ്യം ചിലപ്പോൾ കുറച്ച് കാലം കൂടെ കൂടുതൽ നിൽക്കണം എന്നുള്ളതായിരിക്കും ചിലവർക്ക് ഉണ്ടാവുന്ന ലക്ഷ്യം. നമുക്ക് എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് അറിയത്തില്ല. അപ്പം മിക്കവരും അവിടെ നിൽക്കുന്നത് വിന്നർ ആവാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. ഈ ഐസൊലേഷൻ എല്ലാം മറന്നു കിടന്ന് ഈ ഒരു കൺഫൈൻമെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ വിന്നർ ആവാൻ വേണ്ടി കളിക്കുന്നവരാണ് 100% എല്ലാവരും. അപ്പൊ ഇതൊരു സർവൈവൽ ഗെയിം ആണ്. അപ്പൊ നോർമലി മനുഷ്യർക്ക് എന്താണ്,
അവർക്ക് മറ്റുള്ളവരുമായിട്ടൊന്ന് കൂട്ടുകൂടണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ തന്നെയാണ്. നമുക്ക് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കൊരു തരത്തും നിലനിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലാണെങ്കിൽ കൂടിയും നമുക്ക് എന്താണ് നമ്മുടെ കൂടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളാണെങ്കിൽ, അത് നമുക്ക് ടാസ്കിനും, നമുക്ക് ചിലപ്പോൾ ഫിസിക്കൽ ടാസ്കിനൊക്കെ ചിലപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ചിലപ്പോൾ ഭയങ്കര എന്നിട്ടാണ് യങ് ആയിട്ടുള്ളവർക്കോ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്കും അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ പല ടാസ്കിനും പല രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെയാണ് ആവശ്യം വരിക. അപ്പോൾ ഓരോ ടാസ്കിനും അവരുടേതായിട്ടുള്ള ഒരു മികവ് അവർക്ക് പുലർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ കൂട്ടുപിടിച്ചിട്ട് ആരെങ്കിലും കൂട്ടുപിടിച്ച് അവർ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഇതിൽ വരുന്നൊരു വേറൊരു മെയിൻ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് മാനിപ്പുലേഷൻ ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ ബിഗ് ബോസിന്റെ കോർഡിനേറ്റേഴ്സ് തന്നെ ഇതിനകത്ത് കുറച്ച് മാനിപ്പുലേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് നൈസായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രൂ ഒക്കെ ചേർന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ വോയിസ് ഒക്കെ ഇല്ല, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് നമുക്ക് ബിഗ് ബോസിനുള്ളത്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വോയിസ്. അപ്പൊ ആ വോയിസ് ഒക്കെ നമ്മൾ ഇവരെ നൈസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ ടാസ്ക് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അത് ബോയ്സ് മാനിപ്പുലേഷൻ അല്ല, അല്ലാതെ തന്നെ ഒരു മാനിപ്പുലേഷന്റെ ഭാഗമാണ്. കണ്ടസ്റ്റൻസിന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ട രീതിയിൽ TRP കൂട്ടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യത്തിനും വേണ്ടിയിട്ട് അവരുടെ രീതിയിലായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അവർ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് വേണ്ട കണ്ടന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെന്താണ് അവർ ചെയ്യുന്നത്, അവർ പോകുമ്പോഴത്തേനും ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ബിഗ് ബോസ് നോർമലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മൾ കൺഫെഷൻ റൂമിലോട്ടൊക്കെ അവർ വിളിക്കാറുണ്ടല്ലേ. അപ്പോൾ അവരെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് അവർക്ക് ചെറിയ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ അവരൊരു ഫേവറിറ്റിസം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എന്താണ്, ബിഗ് ബോസിന്റെ ഉള്ളിൽ അവരൊരു ഫേവറിറ്റിസം ചില കണ്ടസ്റ്റൻസിന് വേണ്ടി കാണിക്കുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യും, അവർക്കൊരു മറ്റുള്ള കണ്ടസ്റ്റൻസിന് എന്താണ് ഒരു കണ്ടസ്റ്റന്റിനെ ഫേവറായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസിന് അത് ഇഷ്ടപ്പെടത്തില്ല. ആ ഇഷ്ടപ്പെടായികകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് വരും, അവിടെ അതിൻ്റെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അതാണ് വരുന്ന ഗ്രൂവിന്റെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ. പിന്നെ ഒരു മാനിപ്പുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് റൂൾസ് വെച്ചിരിക്കുന്ന രീതികൾ, അവര് ഓരോ ടാസ്കിൽ വെച്ചിരിക്കുന്ന റൂൾസ് നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ കണ്ടസ്റ്റന്റിന്റെ രീതിയിൽ അവർക്കിപ്പോ ബുദ്ധിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനൊരു അവസരം അവിടെ ബിഗ് ബോസ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ബ്ലെസ്ലിയുടെ സീസണിൽ ബ്ലെസ്ലി മറ്റേ ആപ്പിളൊക്കെ കടിച്ചുകൊണ്ടിരുന്ന എപ്പിക് ഇതൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പൊ ഇപ്പോഴത്തെ സീസണുകളിലൊക്കെ നടക്കുന്ന, ഇപ്പോഴത്തെ കറണ്ട് ബിഗ് ബോസ് സീസൺ 7 നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് വെച്ച് പറയും, ഇവര് ഓവറായിട്ട് മാനിപ്പുലേറ്റ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇവർ അതിന്റെ പേരിൽ എന്താ ബ്ലെസ്സിങ്ങിനെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം റൂൾസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഒരു അടി പൊട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അതിനുള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടേതായിട്ടുള്ള മസാലാസ് നമുക്ക് അവർക്ക് ജനറേറ്റ് ചെയ്യണം. കാരണം അവർക്ക് TRPയും കാര്യങ്ങളൊക്കെ കൂടേണ്ടതാണല്ലോ. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരിൽ കണ്ടുകൊണ്ടിരിക്കണം, ഈ സംഭവം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ലാണ്ട് അവിടെ ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ പ്രേക്ഷകരുടെ താല്പര്യപ്രകാരം അവർ എന്താണ് ചെറുതായിട്ട് വളച്ചൊടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടല്ലോ. വ്യൂവേഴ്സിന് TRPക്കും വേണ്ടിയിട്ട് അവർ ചെറുതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ന സ്ക്രിപ്റ്റ് അവർ തുടക്കം മുതലേ വെച്ചിട്ട് ചെയ്യുന്നൊന്നുമല്ല. ചെറുതായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ മാറ്റിയെടുക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ക്യാമറ എഫക്റ്റിനെ കുറിച്ചാണ്. അവിടെ ഒരു ക്യാമറ 24/7 നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേക എഫക്റ്റ് ക്യാമറയ്ക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഡ്രാമയും കാര്യങ്ങളൊക്കെ ആൾക്കാർ കളിക്കുന്നു. അപ്പോൾ അവരവിടെ റിയൽ ആയിട്ട് ഒന്നും ചെയ്യുന്നൊന്നും എപ്പോഴും റിയൽ ആയിട്ട് ചെയ്യുന്നില്ല, പക്ഷേ റിയൽ ആയിട്ടുള്ള സ്വഭാവം അവരുടെ പുറത്ത് വരുന്നുമുണ്ട്. അപ്പം ചിലവർ എന്ത് ചെയ്യും, ഒരു ഡ്രാമ കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കിച്ചണിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ ഡ്രാമയായിട്ട് വരുന്ന ആരാണ്, പുറത്ത് മൂന്നാമത് ഒരാൾ വന്നിട്ടാണ് അത് വലിയ ഊതിപ്പെരിപ്പിക്കുന്നത്, ചെറിയ വിഷയത്തിൽ ഊതിപ്പെരിപ്പിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ക്യാമറയുടെ അറ്റൻഷൻ പിടിച്ച് പറ്റാനും കുറച്ച് എന്റർടൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് അവർ ചെയ്യും. ചിലപ്പോൾ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുള്ള കാര്യം പോലും മറന്നിട്ടാണ് ചിലവർ നടക്കുന്നത്. നമുക്ക് കുറച്ച് പേര് അങ്ങനെ കാണാൻ പറ്റും. ക്യാമറയുടെ കാര്യം ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകും. ചില തല്ലുകൂടുന്ന സമയത്ത് എക്സ്ട്രീം ആയി പോകുന്ന സമയത്ത് ചിലർ ക്യാമറയുടെ കാര്യം മറന്ന് തല്ലുകൂടുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ശരിക്കുള്ള ഗെയിം എന്ന് പറയുന്നത് എഡിറ്റിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ ആ കണ്ടന്റ് എഡിറ്റ് ചെയ്ത് മറ്റേ നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ എത്രയാണ് ഈ 24 മണിക്കൂറുള്ള എപ്പിസോഡ് എന്താണ് 24 മണിക്കൂറുള്ള സംഭവങ്ങൾ അവർ ചുരുക്കി പിടിച്ചിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറായിട്ട് അവർ കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1.25 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറായിട്ട് കുറച്ചെടുക്കുന്ന എപ്പിസോഡ് അവിടെ
അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ആ ഒരു 1.25 മണിക്കൂർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു എപ്പിസോഡാണ് എന്താണ് പ്രേക്ഷകരുടെ ഉള്ളിൽ വരുന്ന ഹീറോ എന്ന ഇമേജ്, അല്ലെങ്കിൽ വില്ലൻ, ആരാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ വില്ലൻ, ഹീറോ, അല്ലെങ്കിൽ എന്താണ് ഈ ഡ്രമാറ്റിക് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വിക്ടിമൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ എഡിറ്റാണ്. അപ്പോൾ ബിഗ് ബോസ് ക്രൂഡ് ഈ എഡിറ്റിങ്ങിനും ഭയങ്കര റോളുണ്ട്. 24/7 നമുക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ 24/7 ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഇത് എനിക്ക് എല്ലാം വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ ഒരു ടാസ്കിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ വാച്ച് ചെയ്യും. പിന്നെ നമുക്ക് വേറെ പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും അത് വാച്ച് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എപ്പിസോഡിന് നമുക്ക് എപ്പോഴും മിസ് ചെയ്യാണ്ട് നോക്കുന്ന ഒരു സംഭവം എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡ് കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് 24/7 കാണിക്കുന്ന ഫുള്ള് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. കാരണം ഒരു ടാസ്ക് എന്ന് പറയുന്നത് തന്നെ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ്. അതിനെ വെട്ടിച്ചിരിക്കും ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ വശങ്ങൾ ഇത് ചെയ്യും. അപ്പോൾ എഡിറ്റേഴ്സിൻ്റെ ഇതനുസരിച്ച് എന്താണ് അതിനുള്ള വില്ലൻ ആരാ, ഇതാണാ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ വരുന്നൊരു സംഭവമാണ് നമ്മുടെ ലാലേട്ടൻ എന്താണ് വരുമ്പോൾ സൺഡേയും സാറ്റർഡേയും വന്ന് പോകുമ്പോൾ ഉള്ളത്. പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണത്? അത് നമുക്ക് എന്താണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കുറച്ചും കൂടി നന്നായിട്ട് പരിപോഷിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഡൗൺ ആയി പോവല്ലേ ചെയ്യുക. അപ്പോൾ അവർ കുറച്ചും കൂടെ നന്നായിട്ട് ഗെയിം കളിച്ച് കയറി വരണം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ കണ്ടസ്റ്റൻസിനെ ഒന്നും കൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ചില കണ്ടസ്റ്റൻസ്, നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില കണ്ടസ്റ്റൻസിൽ എന്താണ് പിടിച്ചൊരു മുൾമുനയിൽ നിർത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഓഡിയൻസിന്റെ സൈക്കോളജി എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ORSM എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതൊരു സൈക്കോളജിക്കൽ ടൈമാണ്. അപ്പോൾ അതിനുള്ളിൽ ബേസിക്കലി അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലോട്ട്, നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് ഒരു ഒളിഞ്ഞു നോക്കാനുള്ള ഒരു ടെൻഡൻസി, അതൊക്കെ കേൾക്കുക, അതറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അത് നമ്മളിപ്പോൾ തുറന്നടിച്ച് കാണിക്കുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് അത് കാണും. പിന്നെ വരുന്നത് ഒരു സോഷ്യൽ കമ്പാരിസൺ ആണ്. എന്ത് അവിടെയുള്ളവരെക്കാട്ടി അറ്റ്ലീസ്റ്റ് ഞാൻ ബാഡ് അല്ല എന്നുള്ളൊരു ചിന്താഗതി, അവിടെയുള്ള കണ്ടസ്റ്റൻസിനെക്കാട്ടി എത്രത്തോളം ബെറ്റർ ആണ് ഞാൻ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഞാൻ എന്താണ് അയ്യോ അവർ ഇത്രയും നല്ലവരാണ്, ഞാൻ ഇത്രയും ആയിപ്പോയി. അപ്പോൾ കൂടുതലും വരുന്നത് എന്താണ് അവരെക്കാട്ടും ബെറ്റർ ആണല്ലോ ഒന്നില്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലല്ലോ. പിന്നെ വരുന്നത് നമ്മളെപ്പോലെ നമ്മൾ ചിലവരെ റിലേറ്റ് ചെയ്യൂല്ലേ, അതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്ന നമ്മളത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അതിലുള്ള ചിലവരെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് നമ്മൾ കരുതിയിട്ട്, നമ്മുടെ കൂട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ കരുതിയിട്ട് നമ്മൾ അവിടെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു വേറെ ലെവലാണ്. നമുക്ക് ചില റിയാക്ഷനും ചില റിപ്ലൈയും കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ പറയണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ വരുന്നത് പറയുന്നത് ഒരു ഡ്രാമ അഡിക്ഷനാണ്. എന്താണ് നമുക്ക് അവിടെ നടക്കുന്ന ഒരു ഇമോഷണൽ ഡ്രാമയാണല്ലോ. ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്നത് ഇമോഷൻസ് റിയൽ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു റിയാലിറ്റിയിലോട്ട് ഉള്ളൊരു ഡ്രാമ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സീരിയലും മറ്റേതൊക്കെ കാണുന്നതിന് ഉപരി എന്താണ് അതിലുള്ള റിയൽ ആയിട്ടൊരു ഡ്രാമ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ഒരു അഡിക്ഷൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവരോടുള്ള ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ച് കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ, കാരണം ഈ സോപ്പ് വെച്ച് കൊടുക്കുന്ന സംഭവം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കുറച്ചും കൂടെ ഒന്നും കൂടെ പോയി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ ഡ്രാമ അഡിക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കണ്ടസ്റ്റൻസിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവം അല്ല. നമ്മൾ പ്രേക്ഷകർ എങ്ങനെ കണ്ടസ്റ്റൻസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതും എന്ന് അനുസരിച്ചിരിക്കും ഈ ബിഗ് ബോസിന്റെ ഒരു ഷോ എന്ന് പറയുന്നത്. അപ്പോൾ അവര് നമ്മുടെ റിപ്ലൈക്ക് അനുസരിച്ചാണ് അവിടെയുള്ളവർ പെരുമാറുന്നത്. നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ അഭിപ്രായം അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ ലാലേട്ടൻ എന്ത് ചെയ്യും, ലാലേട്ടൻ അത് അവരുടെ മുമ്പിൽ ഒരു രീതിയിൽ കൺവേ ചെയ്യും. ചിലപ്പോൾ നമ്മളെ കോൺട്രഡിക്ട് ചെയ്തിട്ടായിരിക്കും കൺവേ ചെയ്യുന്നത്, ചിലപ്പോൾ ലാലേട്ടൻ അത് ഡയറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാറുണ്ട്. നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മോഹൻലാൽ വന്നിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടാറുണ്ട്. ചില സമയത്ത് നമ്മുടെ കണ്ടസ്റ്റൻസ് എതിരായിട്ട് പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട്. ഞാൻ മുന്നേ ആ ഒരു പോയിന്റ് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു TV ഷോ മാത്രമല്ല, അത് ഒരു എന്താണ് സോഷ്യൽ എക്സ്പെരിമെന്റ് കൂടിയാണ്. സ്ട്രെസ്, സർവൈവൽ, പിന്നെന്താണ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, പിന്നെന്താണ് എങ്ങനെയാണ് മനുഷ്യർ
എന്താണ് ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ പെരുമാറുന്നതിനെ കുറിച്ചും അവർ ഐസൊലേറ്റ് ആയി പോകുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഇമോഷൻസ് പുറത്ത് വരുന്നതെന്നൊക്കെ കാണിക്കുന്ന ഒരു സോഷ്യൽ എക്സ്പീരിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ എക്സ്പീരിമെൻ്റ് ആണ് എന്ത് പറയുന്നത്, ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് മീഡിയ ആ റിയാലിറ്റീനെ മാറ്റിമറിക്കുന്ന, നല്ലൊരു റിയാലിറ്റിനെ എടുത്ത് കൊണ്ടുവന്ന് അതൊരു എന്റർടൈൻമെന്റ് ആക്കി നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതിൻ്റെ കൂടെ ഒരു കൂട്ടിക്കുവച്ചിട്ടുള്ള സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബിഗ് ബോസിൽ തല്ലും വഴക്കൊക്കെ കാണുമ്പോൾ ആലോചിക്കുക, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ അവരോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളൊന്നും നമ്മളൊട്ടും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നാണ്, ആ ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കുക. ഹെയ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, പക്ഷെ അവർ ആക്ച്വലി അങ്ങനെ ആവണമെന്നില്ല. നമ്മളൊന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയാണ്. ഇപ്പം നമ്മുടെ ഒരു ബ്രദറാണ് അവിടെ പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരിയാണ് അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവരോട് ആ ഒരു ദേഷ്യം തോന്നി വരത്തില്ല. നമുക്ക് അവരെ റിയൽ ആയിട്ട് അറിയാം. ഒന്ന് ആലോചിച്ചൊക്കെ നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ എങ്ങനെ റിയൽ ആയിട്ട് പെരുമാറുന്നത് എന്നുള്ളത്. അപ്പൊ അവരോട് നമുക്കൊരു ഹെയ്റ്റും കാര്യങ്ങളൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ ഒരു ഹ്യൂമൻ സൈക്കോളജിന്ന് നമ്മളിവിടെ നേരിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിൻ്റെ ഉള്ളിൽ ബിഗ്ഗസ്റ്റ് ബോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ വിട്ട് പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരുണ്ടല്ലോ, നമ്മുടെ ക്രൂ ആണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ബിഗ്ഗസ്റ്റ് ബോസ് എന്ന് പറയുന്നത്. അവരാണ് ഇതിനെ മൊത്തം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൂട്ടി കുഴച്ചൊക്കെ തരുന്നത്. എന്നിരുന്നാലും ഒരു അടിപൊളി റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ അനീഷിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കുറച്ച് കോണ്ടസ്റ്റൻസിനെ കുറിച്ച്, അനുവിനെ കുറിച്ച്, ഷാനവാസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള അവരെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒരു ഷോർട്സ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റിയൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ തിയറീസ് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഞാൻ അതും പറഞ്ഞുതരാം. ഞാനിപ്പോൾ അത് സിമ്പിളായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇതൊന്നുമല്ല, ഞാനത് സിമ്പിളായിട്ട് കുറച്ചുകൂടി ചുരുക്കമായിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞെന്നുള്ളൂ. പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള തിയറീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ഞാൻ കമന്റ്സിന് റിപ്ലൈ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ആവശ്യത്തിനനുസരിച്ച് ഞാനിത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ അൽമേരിയൻ സ്പേസിനെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഈ സ്പേസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക.